അല്ല പെണ്ണേ, എനിക്ക് ദിവസവും സർക്കിട്ടാ 2-3 ദിവസമായല്ലോ കാണുന്നു. ഇളയമ്മയുടെ വീട്ടിൽ പോണത് എത്താ. അവരുടെ ഇളയ മകളില്ലേ ലേഖ, ഓള് ടീച്ചറല്ലേ? അതെ, ബ്രസ്റ്റ് ക്യാൻസറാ, സർജറി കഴിഞ്ഞ് കിടക്കുക. അല്ലാ സുബ്ഹാനേ, അതിന്റെ മൂത്തേനും ഇതന്നെയാണല്ലോ. അതെ അമ്മ, ചേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ എന്റെ പഠിച്ചോനെ. എന്റെ അനിയന്റെ ഒക്കെ ഇതന്നെ. ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതാർക്കും വരാലോ. അതെന്തിനാ മോളെ, ക്യാൻസർ പകരുവോ? അങ്ങനല്ലുമ്മ, ഇതൊക്കെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത കൂടുതലാന്നാ കേൾക്കുന്നേ. അതൊന്നാ പിന്നെ വൈകിക്കണ്ട മോളെ, ഇന്ന് തന്നെ പോയിട്ട് അത് ചെയ്യും. നമ്മളെ തടി നമ്മൾ തന്നെ നോക്കണ്ടേ. ക്യാൻസറിനെ ഭയന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ബ്രസ്റ്റ് ക്യാൻസർ എന്നത് സർവ്വസാധാരണമായ ഈ കാലത്ത് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ പരിശോധനകൾക്ക് വിധേയരാകണം. എന്നാൽ അടുത്ത രക്തബന്ധമുള്ളവർക്ക് പാരമ്പര്യമായി ക്യാൻസർ വരാൻ സാധ്യത ഏറെയായതിനാൽ അത്തരം ഹിസ്റ്ററി ഉള്ളവർ 40 വയസ്സ് തികയാൻ കാത്തു നിൽക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ മാമോ പോലുള്ള പരിശോധനകൾ നടത്തി സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യവും ആയുസ്സും നമ്മളല്ലേ സംരക്ഷിക്കേണ്ടത്.